ഹായ് ഫ്രണ്ട്സ്, ഹാപ്റ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവസാനഘട്ട പരിശീലനം എന്ന നിലയ്ക്കാണ്. നമുക്ക് 18-ാം തീയതി പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാണ്. 4th സെമസ്റ്ററിലെ ഫസ്റ്റ് പേപ്പറാണ് ജെൻഡർ സ്കൂൾ ആൻഡ് സൊസൈറ്റി എന്നത്. ഈ ജെൻഡർ സ്കൂൾ ആൻഡ് സൊസൈറ്റിയിൽ നിന്നും ഓരോ യൂണിറ്റ് അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു 4 അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻസ് മാക്സിമം പഠിച്ചു പോയാൽ മാത്രം മതി. ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസും ആൻസറും മാത്രം നിങ്ങൾ നോക്കിപ്പോയാൽ മതി. ഷുവറായിട്ടും നിങ്ങൾക്ക് ആ ചോദ്യങ്ങളിൽ നിന്നും ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഒരു 90%ഉം ഷുവർട്ടി ഞാൻ തരികയാണ്. അപ്പോൾ ഓരോ യൂണിറ്റിൽ നിന്നും 4ഓ 5ഓ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ആ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുക. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട്, നിങ്ങൾ ക്വസ്റ്റ്യൻസ് എടുക്കുക, അതിനുശേഷം അതിൻ്റെ പോയിന്റ്സുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എക്സാം എഴുതുമ്പോൾ ഫസ്റ്റ് എസ്സേ, പിന്നെ ഷോർട്ട് ആൻസർ, പിന്നെ ഒബ്ജക്റ്റീവിലേക്ക് പോവുക. പിന്നെ അതേപോലെ തന്നെ ഒരു എസ്സേക്ക് അതിൻ്റേതായിട്ടുള്ള കൃത്യമായ ഓർഡർ ഉണ്ടാവുക. സിനോപ്സിസ് തയ്യാറാക്കുക. 13ഓളം 12ഓളം പോയിന്റ്സുകൾ ലിസ്റ്റ് ചെയ്യുക ഫസ്റ്റിൽ തന്നെ. എന്നിട്ട് അതിനെ എടുത്ത് എലാബറേറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പല ക്ലാസ്സുകളിലായിട്ട് ഞാൻ സൂചിപ്പിച്ചതാണ്. എന്നിരുന്നാൽ പോലും ഒരിക്കൽ കൂടി നിങ്ങളത് നോട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് കൊണ്ട് പോവുക. 40 പേജസ് പരമാവധി എഴുതുക. മിനിമം 35 പേജസ് എങ്കിലും എഴുതുക. ഓരോ എസ്സേക്കും 6 വീതം പേജുകളാണ് മാക്സിമം എഴുതേണ്ടത്. ഓരോ ഷോർട്ട് ആൻസറിനും 3 വീതം പേജുകളാണ് മാക്സിമം എഴുതേണ്ടത്. അപ്പോൾ തന്നെ നിങ്ങൾ 39 പേജസ് കംപ്ലീറ്റ് ആവും. അതായത് എസ്സേസിന് എത്രയാണ് 30 പേജസ്, 6 പേജ് വീതം നോക്കുകയാണെങ്കിൽ 30 പേജസ് ആണ്. പേജസ് എന്ന് പറയുമ്പോൾ 2 പുറമായി വരുന്ന പേജസ് ആണ് വരുന്നത്. ഒരു താളായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ 15 താളുകളാണ് വരിക കേട്ടോ. അപ്പോൾ ആ രീതിയിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുക. നമുക്ക് ജെൻഡർ സ്കൂൾ ആൻഡ് സൊസൈറ്റിയിൽ പ്രധാനമായിട്ടും 5 യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 1 ജെൻഡർ റോൾസ് ഇൻ സൊസൈറ്റി, 2 ജെൻഡർ ഐഡന്റിറ്റി ആൻഡ് സോഷ്യലൈസേഷൻ പ്രോസസ്, ജെൻഡർ ആൻഡ് സ്കൂൾ കരിക്കുലം, ദെൻ സേഫ്റ്റി ഫോർ ഗേൾസ് ആൻഡ് വിമൻ, ദെൻ ലാസ്റ്റ് വൺ മാസ് മീഡിയ ആൻഡ് ജെൻഡർ. ഓക്കെ, ഇങ്ങനെ 5 യൂണിറ്റുകളാണ് നമുക്ക് ഇതിൻ്റെ ഭാഗത്തുനിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമ്മൾ പോവുകയാണ്. മാക്സിമം ഒരു 4ഓ 5ഓ ചോദ്യങ്ങൾ ഓരോ യൂണിറ്റിൽ നിന്നും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു പോയാൽ മാത്രം മതി. ഷുവറാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ളത്. നമുക്കറിയാം, ഒരു എസ്സേ ക്വസ്റ്റ്യനും ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനുമാണ് ഓരോ യൂണിറ്റിൽ നിന്നും നമുക്ക് ചോദിക്കുക. അപ്പോൾ ഒരു യൂണിറ്റ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എസ്സേയും ഒരു ഷോർട്ട് ആൻസറും ഷുവറായിട്ട് എഴുതാൻ പറ്റും. ആ ഒരു എസ്സേയും ഒരു ഷോർട്ട് ആൻസറും എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു 5 ക്വസ്റ്റ്യൻസ് ഓരോ യൂണിറ്റിൽ നിന്നും ഒരു 5 ക്വസ്റ്റ്യൻസ് പ്രിസൈസ് ചെയ്തുകൊണ്ട് 3, 4, 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പ്രിസൈസ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ അതിന് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ മീറ്റ് ചെയ്യുക. സോ നമുക്ക് ഫസ്റ്റ് യൂണിറ്റാണ് ജെൻഡർ റോൾസ് ഇൻ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഒരു 5 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ജെൻഡർ ഇനീക്വാളിറ്റി, എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ഇറ്റ്. ഓക്കെ, എന്താണ് ജെൻഡർ ഇനീക്വാളിറ്റി, അതിൻ്റെ റീസൺ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ വേർഡ് സെക്സ് ആൻഡ് ജെൻഡർ ആൻഡ് ഡിഫറൻഷിയേറ്റ് ദം ഓർ ഡിഫറൻഷിയേറ്റ് ജെൻഡർ ആൻഡ് സെക്സ്. ഓക്കെ, അപ്പോൾ 2 രീതിയിലാണ് ആ ചോദ്യം വന്നിട്ടുള്ളത്. 1ഉം 2ഉം ചോദ്യങ്ങൾ ഷോർട്ട് ആൻസർ ബേസിലാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് 2 ചോദ്യത്തെ ഒന്നായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ദ വേർഡ് സെക്സ് ആൻഡ് ജെൻഡർ ആൻഡ് ഡിഫറൻഷിയേറ്റ് ദം എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ടാമത്തത് 5 മാർക്കിന് ചോദിച്ചിട്ടുള്ളത് ഡിഫറൻഷിയേറ്റ് ജെൻഡർ ആൻഡ് സെക്സ് എന്നുള്ളതാണ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഫാമിലി ഇൻ സ്റ്റെബിലൈസിങ് ജെൻഡർ റോൾസ് ഇൻ സൊസൈറ്റി. സ്റ്റെബിലൈസിങ് ജെൻഡർ റോൾസ് ഇൻ സൊസൈറ്റി. ഓക്കെ, ദെൻ വാട്ട് ഡു യു മീൻ ബൈ ജെൻഡർ, എക്സ്പ്ലെയിൻ ദ ജെൻഡർ റോൾ ഇൻ റിലീജിയൻ. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എക്കണോമിക്, ക്ലാസ്, കൾച്ചർ, റിലീജിയൻ, മീഡിയ, ലോ ആൻഡ് ജെൻഡർ റോൾസ് ഇൻ സൊസൈറ്റി. ഓക്കെ, ഇത്തരത്തിൽ 5 യൂണിറ്റുകളാണ് 5 ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് നമ്മളോട് ചോദിക്കുന്നത്. സോ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇതിനെ തന്നെ ഫസ്റ്റ്ലി പഠിച്ചെടുക്കുക. ഷുവറാണ് ഇതിൽ നിന്നും 2 ചോദ്യം ഷുവറാണ്, ഒരു എസ്സേയും ഒരു ഷോർട്ട് ആൻസറും. ദെൻ സെക്കൻഡ് യൂണിറ്റ് നമുക്കറിയാം ജെൻഡർ ഐഡന്റിറ്റി ആൻഡ് സോഷ്യലൈസേഷൻ പ്രോസസ്. അതിൽ നിന്നും 4 ക്വസ്റ്റ്യൻസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ 1ഉം 2ഉം ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതായിട്ടും കാണാം. 2 തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഞാനത് ക്ലാസ്സിൽ മെൻഷൻ ചെയ്തതാണ്. എങ്കിൽ കൂടി ഒരിക്കൽ കൂടി ഫൈനൽ ഘട്ട പരിശീലനം എന്ന നിലയ്ക്ക് ഒരിക്കൽ കൂടി ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക. 1ഉം 2ഉം ചോദ്യങ്ങളാണ് 2 തവണയായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഡിസ്കസ് ദി പ്രോസസ് ഓഫ് ഡിസിപ്ലിൻസ്
ടെക്നിക്സ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്. ഡിസ്കസ് ദി പ്രോസസ് ഓഫ് ഡിസിപ്ലിനിങ് ടെക്നിക്സ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്. അത് സ്കൂളിൽ അത്യാവശ്യം വേണ്ടുന്ന കാര്യമാണ്. കുട്ടികൾക്ക് മോട്ടിവേഷൻ, പിന്നെ കാര്യങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ലെങ്കിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആദ്യം നമ്മൾ പറഞ്ഞു കൊടുത്തതിനൊക്കെ ശേഷം വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ക്ലാസ്സിലേക്കും മറ്റൊക്കെ കൊടുക്കാൻ. നമ്മളൊരു അധ്യാപകരായിട്ട് സ്കൂളിൽ കയറുമ്പോൾ ഫസ്റ്റ്ലി ബോയ്സ് ആൻഡ് ഗേൾസ് രണ്ടുപേർക്കും ഒരുപോലെ നമ്മൾ ഡിസിപ്ലിൻ ടെക്നിക്സുകൾ കൊടുക്കണം. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഗേൾസിന് മാത്രം കൊടുക്കുന്നതുകൊണ്ടല്ല, ബോയ്സിന് മാത്രം കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. രണ്ടു പേർക്കും ഒരുപോലെ ഡിസിപ്ലിൻ ടെക്നിക്സ് ഉണ്ടെന്ന് പ്രത്യേകം പറയണം. അത് ഗേൾസ് മാത്രമുള്ള സ്കൂളാണെങ്കിലും ബോയ്സ് മാത്രമുള്ള സ്കൂളാണെങ്കിലും അത് രണ്ടു പേർക്കും ഇങ്ങനെ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പറയുകയാണെങ്കിലാണ് നമ്മുടെ ആക്സസ് ഉണ്ടാവുക കുട്ടികൾക്കിടയിൽ. സോ ആ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ നെക്സ്റ്റ് വൺ, discuss the gender roles and responsibilities assigned in schools and classmates. അല്ലേ, ജെൻഡർ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അസൈൻഡ് ഇൻ സ്കൂൾസ് ആൻഡ് ക്ലാസ്റൂം ടെക്നിക്സ്, ക്ലാസ്മേറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും വ്യത്യസ്തമായിട്ട് ചോദിച്ചതാണ്. രണ്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട്, എങ്കിലും പരസ്പരം ലിങ്ക് ചെയ്ത് വരുന്ന ആൻസറുകൾ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ വേസ് ഓഫ് മെഷറിംഗ് ജെൻഡർ ഐഡൻറ്റിറ്റി, ദെൻ വാട്ട് ആർ ദ വേസ് ടു പ്രൊമോട്ട് ജെൻഡർ ഈക്വാലിറ്റി ഇൻ സ്കൂൾ. സോ നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് തന്നെ നിങ്ങൾ പഠിക്കുക. പിന്നീട് 3-4 ക്വസ്റ്റ്യൻസ് പഠിക്കുക. അത് ഷോർട്ട് ആൻസർ ആയിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ദെൻ തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ജെൻഡർ ആൻഡ് സ്കൂൾ കരിക്കുലം. ഓക്കെ, ജെൻഡർ ആൻഡ് സ്കൂൾ കരിക്കുലം. അതിൽ ഒരു 5 ചോദ്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ 5 ചോദ്യങ്ങളും ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഫസ്റ്റ് ചോദ്യമാണ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എക്സ്പ്ലെയിൻ ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ജെൻഡർ റോൾസ് ഇൻ സ്കൂൾ ടെക്സ്റ്റ് ബുക്സ് ആൻഡ് കരിക്കുലം. ജെൻഡർ റോൾ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്, അത് സ്കൂൾ ടെക്സ്റ്റ് ബുക്സ് ആൻഡ് കരിക്കുലത്തിൽ എങ്ങനെയാണെന്നുള്ളതാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അത് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക. ദ നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ ട്രാൻസ്ജെൻഡർ ആൻഡ് ഹൗ ടു പ്രൊസീഡ് ദം ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഡെവലപ്പിംഗ് ലൈഫ് സ്കിൽസ്. Okay, third question, suggest ways for a teacher to reflect on the importance of discipline in the curriculum. Suggest ways for a teacher to reflect on the importance of discipline in curriculum. Importance of discipline in curriculum എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഒന്നും മൂന്നും ചോദ്യങ്ങൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക, ഷുവറാണ്, സാധ്യതയുണ്ട്. ഡിസ്കസ് ദി റോൾ ഓഫ് ടീച്ചേഴ്സ് ആൻഡ് പേരൻസ് ടു പ്രൊട്ടക്ട് ഗേൾസ് ഇൻ സ്കൂൾ. Okay, discuss the role of teachers and parents to protect girls in school. Then how will you develop a positive attitude towards the opposite gender in school? Okay, അപ്പോൾ നമ്മളിവിടെ ഒരു റെലവൻസ് നോക്കുകയാണെങ്കിൽ 1, 3, 5 ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. 1, 3, 5 ക്വസ്റ്റ്യൻസ് അത് ജെൻഡർ ആൻഡ് സ്കൂൾ കരിക്കുലം എന്നതിൻ്റെ ഭാഗത്തു നിന്നും ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, 1, 3, 5 ക്വസ്റ്റ്യൻസ് പഠിച്ചതിന് ശേഷം 2, 4 ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും പഠിക്കുക. സോ നമുക്കറിയാം 3 യൂണിറ്റുകളിൽ നിന്നുമാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഫോർത്ത് യൂണിറ്റ് എന്ന് പറയുന്നത് സേഫ്റ്റി ഓഫ് ഗേൾസ് ആൻഡ് വിമൺ എന്നുള്ളതാണ്. എന്താണ് സേഫ്റ്റി ഓഫ് ഗേൾസ് ആൻഡ് വിമൺ? ഇതിൽ 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. 3ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ പ്രിവെൻറ്റിംഗ് സെക്ഷൽ അബ്യൂസ് ആൻഡ് വയലൻസ് ആൻഡ് റൈറ്റ് ദി വേസ് ടു പ്രിവെൻറ്റ് സെക്ഷൽ അബ്യൂസ് ആൻഡ് വയലൻസ് ഇൻ സ്കൂൾ. അല്ലേ, ഓക്കെ, റോൾ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഈ എഡ്യൂക്കേഷൻ്റെ റോളാണ് പ്രിവെൻറ്റിംഗ് സെക്ഷൽ അബ്യൂസ് ആൻഡ് വയലൻസ് എന്നുള്ളതിൽ വരുന്നത്. അത് സ്കൂളിൽ എങ്ങനെയാണ് അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗം സ്വീകരിക്കാൻ കഴിയുക? ഒരു റെലവൻസ് ഉള്ള ഒരു ചോദ്യമാണ്, ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൂടാതെ മറ്റു ചോദ്യങ്ങളും വരുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ബോഡി ഒബ്ജക്ടിഫിക്കേഷൻ ആൻഡ് ദി റോൾ ഓഫ് ടീച്ചേഴ്സ് ഇൻ കോമ്പീറ്റിംഗ് ഫീമെയിൽ ബോഡി ഒബ്ജക്ടിഫിക്കേഷൻ. ഓക്കെ, ബോഡി ഒബ്ജക്ടിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് പ്രത്യേകമായിട്ട് എടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റ് രീതിയിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബോഡി ഒബ്ജക്ടിഫിക്കേഷൻ എന്നുള്ള ആ ഒരു ടേം അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ കുറച്ചൊന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കുക. ലിസ്റ്റ് ദി ലോസ് എനാക്റ്റഡ് ബൈ ദി ഇന്ത്യൻ ഗവൺമെൻറ് ടു സേഫ്റ്റി ഓഫ് ഗേൾസ് ആൻഡ് വിമൺ. അല്ലേ, ലോസ് എനാക്റ്റഡ് ബൈ ദി ഇന്ത്യൻ ഗവൺമെൻറ് എന്നുള്ളതാണ് സേഫ്റ്റി ഓഫ് ഗേൾസ് ആൻഡ് വിമൺ. അപ്പോൾ ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനോടനുബന്ധിച്ച് എഡ്യൂക്കേഷൻ തലത്തിൽ എങ്ങനെയൊക്കെ കൊടുക്കാം എന്നുള്ളത് തേർഡ് ക്വസ്റ്റ്യൻസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടും കൊടുക്കാൻ പറ്റും. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ മെത്തേഡ്സ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് സ്കൂൾ ഗേൾസ് ആൻഡ് വർക്കിംഗ് വിമൺ. ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വയലൻസ് അഗെയിൻസ്റ്റ് ദി ഗേൾസ് ആൻഡ് വിമൺ. അല്ലേ, പ്രൊട്ടക്റ്റിംഗ് സ്കൂൾ ഗേൾസ് ആൻഡ് വർക്കിംഗ് വിമൺ, അതിൻ്റെ മെത്തേഡ്സുകൾ എന്താണ്? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വയലൻസ് അഗെയിൻസ്റ്റ് ഗേൾസ് ആൻഡ് വിമൺ. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ്. 4ഉം 5ഉം ചോദ്യം ലാസ്റ്റിൽ കൊടുത്തിട്ടുള്ള 4ഉം 5ഉം ചോദ്യങ്ങൾ അത് ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 3ാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുക, പഠിക്കുക. അതിനുശേഷം 1ഉം 2ഉം ചോദ്യങ്ങൾ ഫോർത്ത് യൂണിറ്റിൽ നിന്നും പഠിക്കുക.
ലാസ്റ്റ് യൂണിറ്റ് മാസ് മീഡിയ ആൻഡ് ജെൻഡർ. നിങ്ങൾക്ക് അത്യാവശ്യം ഗ്യാസ് അടിക്കാൻ പറ്റുന്ന ഒരു കുറച്ച് ടോപ്പിക്കുകൾ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഏരിയയാണ്. അതിൽ 1ഉം 3ഉം ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഡിസ്കസ് ഹൗ ജെൻഡർ റോൾസ് ആർ പോർട്രേഡ് ഇൻ മാസ് മീഡിയ. എങ്ങനെയാണ് പിന്നെ മാസ് മീഡിയയിൽ ജെൻഡർ റോളിനെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അതൊരു ചോദ്യമാണ്. ഡിസ്കസ് ദി കോൺസിക്വൻസസ് ഓഫ് ജെൻഡർ സ്റ്റീരിയോടൈപ്സ് ഇൻ മാസ് മീഡിയ. അത് മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്. ഡിസ്കസ് ദി കോൺസിക്വൻസസ് ഓഫ് ജെൻഡർ സ്റ്റീരിയോടൈപ്സ് ഇൻ മാസ് മീഡിയ. മാസ് മീഡിയയിൽ ജെൻഡർ സ്റ്റീരിയോടൈപ്സിൻ്റെ കോൺസിക്വൻസസുകൾ എന്താണ്? പരസ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ എന്താണ് ഫീമെയിലുകളാണ് വരുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ വെളുപ്പിനെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു. കറുപ്പിനെ തഴയുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളും പിന്നെ ജെൻഡറിൻ്റെ ഡൊമിനൻസ് ഗേൾസിലാണ്, ഗേൾസിനെ പരസ്യത്തിൽ കാണിച്ചെങ്കിലേ ഇതാവുള്ളൂ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തത് വരുന്നത്, ഇതിൻ്റെ കോൺസിക്വൻസുകളെ വരുന്നത്. അതിലൂടെയാണ് പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും സമൂഹത്തിലുണ്ടാവുന്നത് എന്നുള്ളത്. അപ്പോൾ 1ഉം 3ഉം ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ 2ഉം 4ഉം ചോദ്യങ്ങൾ പിന്നീട് പഠിക്കുക. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് സെൽഫ് ആൻഡ് ഡിസ്കസ് ദി വേസ് ആൻഡ് മീൻസ് ഓഫ് ഡെവലപ്പിംഗ് പോസിറ്റീവ് നോഷൻ ഓഫ് സെൽഫ് ഇൻ ചിൽഡ്രൻ. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ആൻഡ് എസ്സേ ഓൺ ജെൻഡർ റോൾസ് ഇൻ മാസ് മീഡിയ. ഓക്കെ, ഇത് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്, ജെൻഡർ റോൾസ് ഇൻ മാസ് മീഡിയ. അപ്പോൾ ഈ ജെൻഡർ റോൾസ് ഇൻ മാസ് മീഡിയ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റീരിയോ ടൈപ്സ് ഉൾപ്പെടുത്താം, മാസ് മീഡിയയിൽ പോർട്രൈറ്റുകളെ കുറിച്ച് ഉൾപ്പെടുത്താം. അങ്ങനെ എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് 4th ക്വസ്റ്റിനെ ആൻസർ ചെയ്യാം. അതല്ലെങ്കിൽ 3ഉം 1ഉം ചോദ്യങ്ങൾ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യമാണ്, റിലവൻസ് ഇമ്പോർട്ടൻസ് ഉള്ള ചോദ്യമാണ്. അപ്പോൾ അതിനെ ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 1 മുതൽ 5 വരെയുള്ള യൂണിറ്റുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആ യൂണിറ്റുകളിൽ റിപ്പീറ്റ് ചെയ്ത് ഷുവറായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുമാണ്. ഓരോ യൂണിറ്റിൽ നിന്നും 4ഓ 5 ചോദ്യങ്ങളാണ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻസ് വരുന്ന ചോദ്യങ്ങൾ ഏതാണെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്, അത് തന്നെ എടുത്ത് പഠിക്കുക. ഓരോ യൂണിറ്റിൽ നിന്നും 5 ചോദ്യങ്ങൾ എസ്സേ ക്വസ്റ്റ്യൻസ് ഷുവറായിട്ടുണ്ടാവും. അപ്പോൾ ഓരോ യൂണിറ്റിനും എല്ലാ യൂണിറ്റിനും ഈക്വൽ വെയിറ്റേജ് കൊടുക്കുക. എല്ലാ യൂണിറ്റിൽ നിന്നും ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും ഉണ്ടാവും. അപ്പോൾ നിർബന്ധമായിട്ടും ഈക്വൽ വെയിറ്റേജ് കൊടുത്തുകൊണ്ട് മിനിമം 2ഓ 3ഓ ചോദ്യങ്ങളെങ്കിലും പഠിച്ച് നിറങ്ങൾ പോകാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ നിന്ന് ചോദിക്കുന്നില്ലെങ്കിൽ ജനറലായിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് പഠിച്ചു പോകാനും കൂടി വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് പിന്നെ സബ്ജക്റ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അടുത്തത് നിങ്ങൾ എക്സാമിൻ്റെ തൊട്ട് മുൻപ് തന്നെ അടുത്ത സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നോളജ് ആൻഡ് കരിക്കുലം എന്നുള്ളതാണ് സെക്കൻഡ് എക്സാം എന്ന് പറയുന്നത്. നോളജ് ആൻഡ് കരിക്കുലത്തിലും ഇതേപോലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്.